കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് മാളിൽ വെച്ച് SFI വിദ്യാർത്ഥികൾ മർദ്ദിച്ച മിഥുൻ റോയ് എന്ന പോലീസുകാരനെക്കുറിച്ച് അല്പം കൂടെ വിശദമായി അറിയുമ്പോൾ ആ SFI പിള്ളേരെ അഭിനന്ദിക്കാൻ തന്നെയാണ് തോന്നുന്നത്. പോലീസ് സേനയുടെ വീര്യം കെടുത്തുന്നതാണ് അവർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ മിഥുൻ റോയ് വെറും ഒരു പോലീസല്ല, കാക്കിയിട്ട നല്ല അസൽ ക്രിമിനലാണ് ഇയാൾ. നാട്ടിൽ ഒരു ഗുണ്ട തന്നെയായിരുന്നു മിഥുൻ റോയ്. ഇത് SFIക്കാരോ അല്ലെങ്കിൽ CPM പറയുന്നതല്ല, BJPയും കോൺഗ്രസ്സുകാരും ഒക്കെ ഇതേ തന്നെയാണ് പറയുന്നത്. അച്ഛൻ പോലീസ് സർവീസിലിരിക്കെ മരിച്ചുപോയപ്പോൾ കിട്ടിയതാണ് ഇയാളുടെ ഈ യൂണിഫോം. അതാണ് ഈ ക്രിമിനലിനുള്ള ഒരു സുരക്ഷാ കവചം. സർവീസിൽ കയറുന്നതിന് മുന്നേ നാട്ടിലെ ഒരുപാട് കേസുകളിൽ ഇയാളുണ്ടായിരുന്നു. എന്നാൽ ആ പരാതികളിലൊന്നും കേസെടുക്കാനോ FIR ഇടാനോ ആരും തയ്യാറായതുമില്ല. അച്ഛൻ്റെ പോലീസിലുള്ള സ്വാധീനമാകാൻ ചിലപ്പോൾ അതിന് കാരണം. തിരുവനന്തപുരം പാളയം പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാരായിരുന്നു ഈ ക്രിമിനൽ പോലീസും അവന്റെ കുടുംബവും. കോവിഡ് സമയത്താണ് ഇയാൾ ജോലിക്ക് കയറുന്നത്. പോലീസിൽ ചേർന്ന ശേഷം എന്തെങ്കിലും വിഷയമുണ്ടായാൽ കയ്യിൽ കിടക്കുന്ന ഇടിവള ഊരി ഇടിക്കുന്ന സ്വഭാവം മിഥുൻ റോയ്ക്ക് പണ്ടേ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. മിഥുൻ റോയ് സ്ഥിരം മദ്യപാനിയാണെന്ന് അയൽവാസികളും പറയുന്നു. പോലീസാണെന്ന അഹങ്കാരം തന്നെയാണ് ഈ ക്രിമിനലിനുള്ളത്. നാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് മിഥുൻ റോയ്. ഇയാളുടെ കൂടെ കുറച്ച് ഗുണ്ടകളുമുണ്ട്. അതുകൊണ്ട് ഇവരെ പേടിച്ചാണ് ജീവിക്കുന്നതെന്നും അവിടുത്തെ നാട്ടുകാർ പറയുന്നു. സ്വന്തം നാട്ടിലും മിഥുൻ റോയ്ക്കെതിരെ ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു. മദ്യലഹരിയിൽ വാഹനം ഓടിക്കുന്നതാണ് ഇയാളുടെ ഹോബി എന്നാണ് നാട്ടുകാർ പറയുന്നത്. നെട്ടയത്തെ പോലീസ് മൃഗമാണ് മിഥുൻ റോയ് എന്നും ആ ഫ്ലെക്സിലുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് നെട്ടയം ജംഗ്ഷനിൽ വെച്ച് ഒരു കൂട്ടം യുവാക്കളെ മദ്യലഹരിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ സംഘർഷമുണ്ടായിരുന്നു. വീട്ടിൽ നാട്ടുകാർ കയറി ആക്രമിച്ചു എന്നും പരാതിയുണ്ടായി. പിന്നീട് അത് ഒത്തുതീർപ്പായി എന്നാണ് പറയുന്നത്. ഈ ന്യൂ ഇയറിന് യുവാക്കൾക്ക് നേരെ പ്രകോപനം കൂടാതെ മർദ്ദനം അഴിച്ചുവിട്ടതോടെ മിഥുൻ റോയ് വീണ്ടും വാർത്തകളിൽ ഇടം നേടി. ഇയാൾക്കെതിരെ വീണ്ടും പരാതികൾ പോയെങ്കിലും പോലീസുകാർ തന്നെ അതെല്ലാം പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ സുഹൃത്ത്, സഹോദരി, കസിൻ എന്നൊക്കെ ഇയാൾ തന്നെ മാറി മാറി പറയുന്ന ഒരു പെൺകുട്ടിയുമായി മുഖം മറച്ച് മാസ്കും വെച്ച് നടക്കുമ്പോഴാണ് SFI പിള്ളേർ എത്തി ആ പഴയ കണക്ക് തീർക്കുന്നത്. കയ്യിൽ ഇടിവളയുമായി യൂണിഫോം ഇട്ട് നടക്കുന്ന ഇവനെ മേലധികാരികൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. പല വീഡിയോകളിലും യൂണിഫോമിൽ കയ്യിൽ ലാത്തിയും ഇടിവളയുമായി ഇയാൾ നിൽക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ക്രിമിനൽ പോലീസിനെ ചിലപ്പോൾ നാട്ടുകാർ കയറി തല്ലിയാൽ അതിൽ ഒട്ടും അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. നിയമവും നീതിയും നടപ്പിലാക്കാൻ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്സഹായനായ ഒരു പയ്യന്റെ തല അടിച്ചു പൊട്ടിക്കുന്നത് കാണുമ്പോൾ തോന്നാത്ത ധാർമ്മിക രോഷമൊന്നും ഇയാളെ തിരിച്ചു തല്ലുമ്പോൾ ആർക്കും തോന്നേണ്ട കാര്യവുമില്ല. സാധാരണക്കാരൻ്റെ തലയടിച്ച് പൊട്ടിക്കാനല്ല കാക്കി യൂണിഫോം ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. DGPക്കും മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും ഒക്കെ പരാതികൾ നൽകിയിട്ട് പോലും മിഥുൻ റോയ്ക്കെതിരെ ഒരു കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും ആ നിലപാടിൽ മാറ്റം വരണം. കേരളത്തിലെ ക്രിമിനലുകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുമ്പോൾ പോലീസിലുള്ള ഇവനെപ്പോലുള്ള ക്രിമിനലുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം. അപ്പോഴേ ആ പട്ടിക പൂർണ്ണമാവും. ഒരു മിഥുൻ റോയ് മാത്രമല്ല, ഇതിന്റെ ഇരട്ടി ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ സേനയിൽ ഇപ്പോഴും സുഖമായി തന്നെ ഇരിപ്പുണ്ട്. പോലീസിനെ കയറൂരി വിടുന്ന ആഭ്യന്തര വകുപ്പ് പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കണം. എന്നിട്ട് വേണ്ട നടപടികൾ എടുക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. ജനങ്ങളെ സേവിക്കാനാണ് പോലീസ് എന്നത് എല്ലാ പോലീസുകാരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത്തരം പോലീസുകാർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകിയിട്ട് കാര്യമുണ്ടോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം. ഇതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി. ജില്ലാതലത്തിൽ ഒരു റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ സമിതിയിലും അല്ലെങ്കിൽ ഗുരുതരമായ വിഷയങ്ങളിൽ തിരുവനന്തപുരത്തുള്ള സംസ്ഥാനതല അതോറിറ്റിയിലും നിങ്ങൾക്ക് പരാതി നൽകാം. ഇത് കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇവിടെയൊന്നും പോലീസിന് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ലോകായുക്തയെയും വേണമെങ്കിൽ സമീപിക്കാവുന്നതാണ്.